എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൽ പലരും ദൃഷ്ടിദോഷങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കും അല്ലേ? ഈ ദൃഷ്ടിദോഷത്തിന് നമ്മളെ തന്നെ ഇല്ലാതാക്കാനുള്ള കഴിവുണ്ട്. ഇത് പരിഹരിക്കാനായിട്ട് പലതരത്തിലുള്ള മാർഗങ്ങളും ചെയ്യാറുണ്ട്. ഏലസ്, ചരട് മുതലായവ ജപിച്ചു കെട്ടുക, ഉഴിഞ്ഞിടുക, അതുപോലെ തന്നെ ദൃഷ്ടിദോഷം മാറാനായിട്ടുള്ള വസ്തുക്കൾ വീടുകളിൽ തൂക്കിയിടുക, പിന്നെ ചില ആഭരണങ്ങൾ, എവിൾ ഐ പോലെയുള്ളവ ധരിക്കുക. ഇതൊക്കെ ദൃഷ്ടിദോഷം മാറാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഉഴിഞ്ഞിടുക എന്നത്. ഇതിനെക്കുറിച്ച് ആണ് ഇന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് നോക്കാം. സാധാരണയായി വൈകുന്നേര സമയങ്ങളിൽ വിളക്ക് കത്തിച്ചതിന് ശേഷമാണ് ഇത് ചെയ്യാറുള്ളത്. ചെറിയ കുട്ടികൾക്കാണ് ഇത് സാധാരണ ഉഴിഞ്ഞിടാറുള്ളത്. ചില കുഞ്ഞുങ്ങൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും കാരണങ്ങൾ ഒന്നും ഇല്ലാതെ തന്നെ വാശി പിടിക്കാനും കരയാറുമൊക്കെ ഉണ്ട്. ഉഴിഞ്ഞിട്ടാൽ അതങ്ങോട്ട് മാറുകയും ചെയ്യും. ഉഴിഞ്ഞിടാനായിട്ട് 3 വസ്തുക്കളാണ് ഉപയോഗിക്കാറ്: കല്ലുപ്പ്, വറ്റൽമുളക്, കടുക്. ഈ 3 സാധനങ്ങളും കയ്യിൽ എടുത്തതിന് ശേഷം ആരാണോ ഉഴിഞ്ഞിടുന്നത് അവർ പിന്നീട് ഒന്നും മിണ്ടാൻ പാടില്ല, അതായത് ഉരിയാടാൻ പാടില്ല. എന്നിട്ട് കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ ദർശനമായി നിന്ന് ഉഴിഞ്ഞിടുന്നവരുടെ കാര്യമാണ് പറയുന്നത്. കുട്ടികളെയാണ് ഉഴിഞ്ഞിടുന്നതെങ്കിൽ അവർക്ക് എങ്ങനെ വേണമെങ്കിലും നിൽക്കാവുന്നതാണ്. ഉഴിഞ്ഞിടുന്നവർ ഈ 2 ദിശകളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് 7 പ്രാവശ്യം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വേണം ഉഴിയേണ്ടത്. ഉഴിഞ്ഞിടുന്ന സമയത്ത് നമഃശിവായ ജപിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. ശുദ്ധമായിട്ടുള്ള സമയത്ത് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഉഴിഞ്ഞിട്ടിട്ട് കനലുള്ള അടുപ്പിൽ ഇടണമെന്നാണ് പറയാറുള്ളത്. ചെറിയ കുട്ടികൾക്ക് ദിവസവും ഉഴിഞ്ഞിടുന്നത് നല്ലതാണ്. 28 കഴിഞ്ഞ കുട്ടികൾക്ക് ഉഴിയാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഉറങ്ങിക്കിടക്കുന്ന കുട്ടികൾക്കും ഇത് ചെയ്യാൻ പാടില്ല. അടുപ്പില്ലാത്തവർക്ക്, ഇന്നത്തെ കാലത്ത് പലരും ഫ്ലാറ്റുകളിലൊക്കെയാണല്ലോ താമസിക്കുന്നത്. അന്നേരം അവരുടെ വീടുകളിലൊന്നും അടുപ്പില്ലെങ്കിൽ ഇനി ഉപ്പ് മാത്രം എടുത്ത് ഉഴിഞ്ഞിട്ട് സിങ്കിൽ വെള്ളമൊഴിക്കുക. നെഗറ്റീവ് എനർജി എല്ലാം പോകണേ എന്ന് പ്രാർത്ഥിച്ച് വെള്ളമൊഴിക്കുക. പണ്ട് കാലങ്ങളിലൊക്കെ ഇതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോഴും ചെയ്യുന്നവരുമുണ്ട്. ഞാൻ ഇതെല്ലാം കണ്ടിട്ടുണ്ട് ചെയ്യുന്നത്. പിന്നെ തമിഴ്നാട്ടിലൊക്കെ നോക്കിയാൽ അവിടെ ചെറിയ കുട്ടികൾ ഉള്ള വീടുകളിൽ വൈകുന്നേരമാകുമ്പോൾ കർപ്പൂരം ഒഴിഞ്ഞ് മുറ്റത്ത് ഇടാറുണ്ട്. ഇതും ഞാൻ കണ്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനം ഭഗവാനോട് പ്രാർത്ഥിക്കുക, നാരായണ കവചം ചൊല്ലുക. അപ്പോൾ ദൃഷ്ടിദോഷം മാത്രമല്ല, എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കും. അപ്പോൾ മുടങ്ങാതെ നാരായണ കവചം ചൊല്ലിക്കോളൂ. ദൃഷ്ടിദോഷം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒഴിഞ്ഞിടുകയും ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്